WWE സ്പെഷ്യൽ മണി ഇൻ ദി ബാങ്ക് മാച്ച് കാർഡ് പ്രഡിക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരേക്കും 5 മാച്ചാണ് മണി ഇൻ ദി ബാങ്കിൽ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കൊക്കെയാണ് വിജയസാധ്യത കൂടുതൽ, സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയെല്ലാം പറയാം. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കും എന്നല്ല, ഇത് വെറും പ്രഡിക്ഷൻ മാത്രമായി കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഡിക്ഷൻസും കമന്റ് ചെയ്യാം. ഇനി മണി ഇൻ ദി ബാങ്ക് എപ്പോഴാണ് കാണാൻ സാധിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ വരുന്ന ഞായറാഴ്ച, അതായത് ജൂലൈ 7-ാം തീയതി രാവിലെ 5:30 സോണി 10-1 ലൈവായി ടെലികാസ്റ്റ് ചെയ്യുക. 4:30 അവർ ഒഫീഷ്യലായി കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ കിക്ക് ഓഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ സെറ്റ് ചെയ്യുന്ന ഷോ ആയിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 4:30 നോക്കാം, പക്ഷെ വെബ്സൈറ്റിലെല്ലാം കൊടുത്തിട്ടുള്ളത് 5:30 എന്നാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ച് നടക്കാൻ പോകുന്നത് IC ചാമ്പ്യനായ സാമി സെയിൻ ഫോഴ്സസ് ബ്രൗൺ ബ്രേക്കർ ഇവർക്ക് തമ്മിലാണ്. അപ്പോൾ ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്യുക, എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഡിക്ഷനായിട്ട് വരുന്നത് ബ്രൗൺ ബ്രേക്കർ വിൻ ചെയ്ത് ന്യൂ IC ചാമ്പ്യൻ ആകും, സാമി സെയിൻ ഈ ഒരു മാച്ചിൽ തോറ്റുപോകും എന്നാണ്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, സാമി സെയിൻ ഈ മാച്ച് തോൽക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സാമി സെയിൻ സമ്മർ സ്ലാം വരേക്കും ചാമ്പ്യനായി മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇവരുടെ സ്റ്റോറി ലൈൻ ഇപ്പോൾ വളരെയധികം സെറ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ റീമാച്ച് ഇവർക്ക് വയ്ക്കുകയാണെങ്കിൽ അതും വളരെയധികം സെറ്റായിരിക്കും. അതായത് മണി ഇൻ ദി ബാങ്കിൽ ക്ലീൻ റിസൾട്ട് കൊടുക്കാതെ സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വയ്ക്കുകയാണെങ്കിൽ സെറ്റായിരിക്കും. അതുപോലെ ത്രിബിളച്ച് ഹോം ടൗൺ ഹീറോസിനെ എല്ലാം തോൽപ്പിക്കുന്നു എന്നുള്ള കംപ്ലൈൻ്റ് എല്ലാം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സാമി സെയിൻ വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. സാമി സെയിൻ വിൻ ചെയ്ത് ഫാൻസിന് മുൻപിൽ സെലിബ്രേറ്റ് ചെയ്തേക്കാം. എൻ്റെ പ്രഡിക്ഷൻ സാമി സെയിൻ തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആകും എന്നാണ്. എന്തായാലും നോക്കാം. രണ്ടാമത്തെ മാച്ചായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വുമൺസിന്റെ മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചാണ്. ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് നോക്കാം. ഈ മാച്ച് നടക്കാൻ പോകുന്നത് ഇയോ സ്കൈ, ചെൽസി ഗ്രീൻ, ലൈറ വാൽക്കീരിയ, ടിഫനി സ്ട്രാറ്റൻ, നയോമി ആൻഡ് സോയി സ്റ്റാർക്ക് ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ മാച്ച് ഒരു 100% വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് ടിഫനി സ്ട്രാറ്റൻ ആണ്. ടിഫനി സ്ട്രാറ്റന് ഇതിനു മുൻപ് പുഷ് കൊടുക്കാൻ നോക്കിയ സമയത്ത് ഉണ്ടായ പ്രശ്നത്തെപ്പറ്റി ഞാൻ മുൻപേ പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പോൾ മാറിയിട്ടുള്ളത് കൊണ്ട് ടിഫനിക്ക് വിൻ ചെയ്യാനുള്ള ഒരു സാധ്യത വളരെയധികം കാണുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ടിഫനി സ്ട്രാറ്റന് ശേഷം നയോമിക്ക് ചാൻസ് കൂടുതലാണ്. അതായത് ടിഫനി സ്ട്രാറ്റൻ വിൻ ചെയ്തിട്ടില്ലെങ്കിൽ നയോമി വിൻ ചെയ്യുന്നത് പോലെ കാണിച്ചേക്കാം. അപ്പോൾ ബെയ്ലിയുമായിട്ട് ഒരു നല്ല സ്റ്റോറി ലൈൻ ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രഡിക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ ടിഫനി സ്ട്രാറ്റൻ. പിന്നെ ലൈറ വാൽക്കീരിയ, അവരും ഒരു നല്ല റെസ്ലറാണ്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയാണ് പ്രഡിക്ഷൻസ് എല്ലാം വരുന്നത്. നമ്മൾ മൂന്നാമതായി നോക്കാൻ പോകുന്ന മാച്ച് 6-man ടാഗ് ടീം മാച്ചാണ്. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൻ ആൻഡ് കെവിൻ ഓവൻസ് വേഴ്സസ് ബ്ലഡ് ലൈൻ 2.0, സോളോ സിക്കാവ, ടോമ ടോങ്ക, ടോങ്ക ലോവ ഇവർക്കാണ് ഈ മാച്ച് മണി ഇൻ ദി ബാങ്കിൽ 6-man ടാഗ് ടീം മാച്ചായി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ഏത് ടീമിനാണ് വിജയസാധ്യത എന്ന് ചോദിക്കുകയാണെങ്കിൽ, അത് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഒരു കാര്യം പറയാം. അതായത് ജേക്കബ് ഫർട്ടു മണി ഇൻ ദി ബാങ്കിൽ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചില ന്യൂസ് എല്ലാം വരുന്നുണ്ട്. അതായത് എന്തൊക്കെയോ കേസുകളിൽ ജേക്കബ് ഫർട്ടു മുൻപ് പെട്ടിട്ടുള്ളത് കൊണ്ട് മണി ഇൻ ദി ബാങ്കിൽ വരാൻ പാടില്ല, അതുകൊണ്ടാണ് ജേക്കബ് ഫർട്ടുവിന് മാച്ചിൽ ആഡ് ചെയ്യാതെ വിട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ചിലപ്പോൾ ഇതെല്ലാം ഇവർ വെറുതെ പറയുന്നതായിരിക്കും. മാച്ചിൻ്റെ അവസാനം എന്തായാലും ജേക്കബ് ഫർട്ടു വന്നുകൊണ്ടൊക്കെ ആയിരിക്കാം അവസാനിപ്പിക്കുന്നത് പോലെ കാണിക്കുക. ഇനി ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത എന്ന് പറയാം. ഈ മാച്ച് കഴിഞ്ഞ സ്മാക്ക് ഡൗൺ നടക്കുന്നതിനേക്കാൾ മുൻപ് വരെ കോഡി റോഡ്സ് ടീമൊക്കെയാണ് വിൻ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ബ്ലഡ് ലൈൻ്റെ പോക്ക് വെച്ച് നോക്കുമ്പോൾ കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൺ ടീം ഈ മാച്ച് വിൻ ചെയ്യാൻ ചാൻസ് ഇല്ല. അതായത് അവസാനം ജേക്കബ് ഫർട്ടു ഒക്കെ വന്നുകൊണ്ട് കോഡി റോഡ്സ് ടീം ഈ മാച്ച് തോൽക്കുന്നതായിട്ടും സോളോ സിക്കാവ ടീം ഈ മാച്ച് വിൻ ചെയ്യുന്നതായിട്ടാണ് കാണിക്കാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം റോമൻ റെയിൻസിന്റെ റിട്ടേൺ ഇവർ മണി ഇൻ ദി ബാങ്കിൽ നിന്നും സമ്മർ സ്ലാമിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് റോമൻ റെയിൻസ് മണി ഇൻ ദി ബാങ്കിൽ റിട്ടേൺ ചെയ്താൽ ബ്ലഡ് ലൈൻ്റെ കൂടെ സ്റ്റോറി ചെയ്ത് പോകേണ്ടി വരും. പിന്നെ ആ ഒരു മാച്ച് സമ്മർ സ്ലാമിൽ വെക്കേണ്ടി വരും, ടാഗ് ടീം മാച്ച്. എന്നാൽ സമ്മർ സ്ലാമിൽ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അത് സർവൈവർ സീരീസിൽ ബ്ലഡ് ലൈൻ വേഴ്സസ് ബ്ലഡ് ലൈൻ സിവിൽ വാറായിട്ട് നടത്താനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം മാറിയിട്ടുള്ളത്. ഇല്ല എങ്കിൽ
കോഡി റോഡ്സ് ടീം ഈ മാച്ച് വിൻ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കോഡി റോഡ്സ് ടീം ഈ മാച്ചിൽ തോൽക്കാനാണ് ചാൻസ് ഉള്ളത്. എന്നാൽ മാത്രമേ കോഡി റോഡ്സിനും സോളോ സിക്കാവയ്ക്കും ചാമ്പ്യൻഷിപ്പ് മാച്ച് സമ്മർ സ്ലാമിൽ വെക്കാൻ പറ്റൂ. ആ മാച്ചിന്റെ അവസാനം റോമൻ റൈൻസ് റിട്ടേൺ ചെയ്തുകൊണ്ട് സോളോ സിക്കാവനെ അറ്റാക്ക് ചെയ്യാനോ പിന്നീട് ഇവരുടെ കൂടെ സ്റ്റോറി ചെയ്യാനോ സാധിക്കൂ. അപ്പോൾ ഇങ്ങനെയാണ് നടക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ നിങ്ങളിൽ പലരും പോൾ ഹെയ്മൻ വരുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പോൾ ഹെയ്മനെ അത്രയ്ക്കും ഭയങ്കരമായിട്ടാണ് ഇവർ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഉടനെയൊന്നും പോൾ ഹെയ്മൻ വരുന്നത് പോലെ കാണിക്കില്ല. എന്തായാലും കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നോക്കാം. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ബ്ലഡ് ലൈൻ ടീം. റോമൻ വരില്ല എന്നാണ് പറയുന്നത്. നമ്മളെ പറ്റിക്കാൻ പറയുന്നതാണോ എന്നറിയില്ല. അടുത്ത മാച്ച് മെൻസ് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ച്. ജെയ് ഉസോ, ഡ്രൂ മെക്കൻടയർ, കാർമെലോ ഹെയ്സ്, LA നൈറ്റ്, ചാറ്റ് കേബിൾ ആൻഡ് ആൻഡ്രായ്ഡ് ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 100% ജെയ് ഉസോയ്ക്കാണ് വിജയസാധ്യത കൂടുതലായിട്ട് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെയ് ഉസോ വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. 2024 മണി ഇൻ ദി ബാങ്ക് രണ്ടാമത് ഒരു റെസ്ലറിന്റെ പേരും വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഡ്രൂ മെക്കൻടയർ ആണ്. ഡ്രൂ മെക്കൻടയറും മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യും എന്നാണ് ഏറ്റവും കൂടുതൽ റൂമറിൽ വരുന്നത്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ മെക്കൻടയറും മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്താലും CM പങ്കുമായിട്ടുള്ള സ്റ്റോറിയൊക്കെ സെറ്റായി പോകും. പക്ഷേ മണി ഇൻ ദി ബാങ്കിൽ CM പങ്ക് വന്നുകൊണ്ട് ഡ്രൂ മെക്കൻടയറിനെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അഥവാ CM പങ്ക് വന്നിട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡ് പ്രഡിക്ഷനായിട്ട് ഡ്രൂ മെക്കൻടയറിന്റെ പേരാണ് പറയുന്നത്. അപ്പോൾ LA നൈറ്റ് വിൻ ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ LA നൈറ്റിനെ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ലോഗൻ പോൾ വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം LA നൈറ്റിന് മണി ഇൻ ദി ബാങ്കിന് ചാൻസ് ഒന്നുമില്ല. പിന്നെ ചാറ്റ് കേബിളിന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചാറ്റ് കേബിൾ മണി ഇൻ ദി ബാങ്ക് എടുക്കാൻ പോകുമ്പോൾ വൈറ്റ് 6 വന്നുകൊണ്ട് ചാറ്റ് കേബിളിനെ ഡിസ്റ്റർബ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ കൊണ്ടുപോകുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചേക്കാം. നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്ന മാച്ച് WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. വേൾഡ് ചാമ്പ്യനായ ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് സെത്ത് റോളൻസ് ഇവർക്കാണ് ഈ മാച്ച് നടക്കുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ന്യൂസുകളിലും അതുപോലെ തന്നെ നിറയെ വെബ്സൈറ്റും കൊടുത്തിട്ടുള്ളത് ഡാമിയൻ പ്രീസ്റ്റ് തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആകും എന്നാണ്. അപ്പോൾ അതിന് തന്നെയാണ് സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ട് പറയുന്നത്. എന്നാൽ ഞാൻ ഒരു പ്രഡിക്ഷൻ പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രഡിക്ഷൻ സെത്ത് റോളൻസ് ആണ്. സെത്ത് റോളൻസ് വിൻ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതും മനസ്സിൽ വെച്ചുകൊണ്ട് മണി ഇൻ ദി ബാങ്ക് കാണരുത്. ഇത് വെറും എൻ്റെ പ്രഡിക്ഷൻ മാത്രമായിട്ട് കണ്ടാൽ മതി. ഞാൻ സെത്ത് റോളൻസ് വിൻ ചെയ്യും എന്ന് പറയുന്നതിൻ്റെ കാരണം സമ്മർ സ്ലാമിൽ ഡാമിൻ പ്രീസ്റ്റ്, ഗന്തർ ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് വന്നാൽ അത്ര വലിയ ഹൈപ്പൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതൊരു പ്രഡിക്റ്റബിൾ മാച്ചായി മാറും. അതേസമയം സമ്മർ സ്ലാമിൽ സെത്ത് റോളൻസും ഗന്തറും വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വന്നാൽ ഇതൊരു അൺപ്രഡിക്റ്റബിൾ മാച്ചായിട്ട് മാറും. നല്ല ഹൈപ്പ് ഈ മാച്ചിന് ക്രിയേറ്റുമാവും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് സെത്ത് റോളൻസ് വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. രണ്ടാമതൊരു കാരണം ഇപ്പോൾ ജഡ്ജ്മെന്റ് ഡേ പ്രത്യേകിച്ച് ഫിൻ ബാലർ ഡാമിൻ പ്രീസ്റ്റിനെതിരെ തിരിയുന്നത് പോലെയാണ് കാണിക്കുന്നത്. ഈ മാച്ചിൽ എന്തൊക്കെ ഡാമിൻ പ്രീസ്റ്റ് ഹെൽപ്പ് വേണ്ട എന്ന് പറഞ്ഞാലും ഫിൻ ബാലർ, JD മെക്കാനിക് ഇവരെല്ലാം അവസാനം വരുന്നതായിട്ട് ഈ മാച്ചിൽ നമ്മൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. അതായത് ഇവർ കാരണം ഡാമിൻ പ്രീസ്റ്റ് തോൽക്കുന്നത് പോലെയോ സെത്ത് റോളൻസ് ചാമ്പ്യൻ ആകുന്നതായിട്ടോ കാണിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിക്കും എന്നല്ല, ഇങ്ങനെയാണ് നടക്കാൻ ചാൻസ് ഉള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ മാച്ചിൽ എങ്ങനെ പോയാലും ഡാമിൻ പ്രീസ്റ്റ് വിൻ ചെയ്യുമെന്ന് പല വെബ്സൈറ്റുകളും പറയുന്നതിൻ്റെ കാരണം ഈ മാച്ചിൽ സെത്ത് റോളൻസ് ആഡ് ചെയ്ത ഒരു റൂൾസാണ്. അതായത് സെത്ത് തോറ്റാൽ ചാമ്പ്യൻഷിപ്പ് ചോദിച്ച് ഡാമിൻ പ്രീസ്റ്റ് ചാമ്പ്യൻ ആയിരിക്കുന്ന സമയത്തോളം വരില്ല. അഥവാ ഡാമിൻ പ്രീസ്റ്റ് തോറ്റ ജഡ്ജ്മെന്റ് ഡേ ടീം വിട്ട് പോകണം. ഈ ഒരു റൂൾസ് ഉള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡാമിൻ പ്രീസ്റ്റിന്റെ പേര് എല്ലാവരും പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രഡിക്ഷൻ സെത്ത് റോളൻസ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പ്രഡിക്ഷനായി മാത്രം കാണുക. സെത്ത് വിൻ ചെയ്യുമെന്നുള്ള 100% വിശ്വാസത്തോട് കൂടിയിട്ട് ആ ഒരു മാച്ച് കാണരുത്, ചിലപ്പോൾ നിരാശയാകും. പിന്നെ ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് സെത്ത്, ഡാമിൻ പ്രീസ്റ്റ് ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മെയിൻ ഇവന്റ് ആയിട്ടോ അല്ലെങ്കിൽ മെൻസ് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നടക്കുകയാണെങ്കിൽ ഈ മാച്ചിന്റെ അവസാനത്തിൽ മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യുന്ന ജെയ് ഉസോയോ അല്ലെങ്കിൽ ഡ്രൂ മെക്കൻടയറോ മണി ഇൻ ദി ബാങ്ക് അതേ ഷോയിൽ തന്നെ ക്യാഷ് ഇൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ജെയ് ഉസോ ചാമ്പ്യൻ ആയിക്കൊണ്ട് ജെയ് ഉസോ വേഴ്സസ് ഗന്തർ മാച്ച് സമ്മർ സ്ലാമിൽ നടന്നേക്കാം.